അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓണവട്ടത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി നഗരങ്ങൾ ജനസഞ്ചയം കൊണ്ട് വീർപ്പുമുട്ടി തുടങ്ങുന്ന സമയമാണ്. സദ്യക്കുള്ള ഒരുക്കങ്ങളുണ്ട്, പൂക്കളമിടാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കങ്ങളുണ്ട്, അവസാനവട്ടത്തിൽ വസ്ത്രം വാങ്ങാനുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ എല്ലാം തടുത്തുകൂട്ടി ഒരുമിച്ച് കൂട്ടി നാളെ ഒരു ദിവസം ഗംഭീരമാക്കാനുള്ള ഉത്രാടപ്പാച്ചിലുള്ള വർഷത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒറ്റ ദിവസം മാത്രം കാണുന്ന കേരളമെമ്പാടുമുള്ള ആ ഉത്രാടപ്പാച്ചിലിൻ്റെ മണിക്കൂറുകൾ നമ്മൾ നിൽക്കുന്നു. ഉത്രാടം ഉച്ച തിരിഞ്ഞാൽ പിന്നെ ആകെ അങ്ങ് ജഗപുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 3 മണി കഴിയുമ്പോഴേക്കും പരമാവധി തിരക്കിലേക്ക് നഗരങ്ങൾ വീഴാൻ പോവാം. അതെ, പരമാവധി തിരക്കിലേക്ക് പോകുന്നു. അത് നമ്മളിപ്പോൾ പലയിടങ്ങളിൽ നിന്നൊക്കെ കാഴ്ചകൾ ഇനി വരുന്ന മണിക്കൂറുകളിലായിരിക്കും അത് ഏറ്റവും രസകരമായി തന്നെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തേക്കാണ്. അവിടെ നിന്ന് MG പ്രതീഷാണ് തത്സമയം വിവരങ്ങളുമായുള്ളത്. പ്രതീഷ്, അവിടെ എങ്ങനെയാണ് തിരക്ക്? അവിടെയൊക്കെ ഒരുപാട് ഈ കച്ചവടക്കാരൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല അവിടെ പ്രത്യേക പൂജകളൊക്കെ ഉള്ള പ്രത്യേക പൂജകളൊക്കെ അതെ അതിന്റെ സമയം ഒരുപക്ഷെ ആവണേ ഉള്ളായിരിക്കും, സന്ധ്യ ആകുമ്പോഴായിരിക്കും. ഏതായാലും എന്താണ് അവിടുത്തെ തിരക്ക്, അതിന്റെ കാഴ്ചകൾ, വിവരങ്ങൾ? അനുജ, ഹാഷ്മി, മറ്റ് ജില്ലക്കാർ സമ്മതിച്ചതല്ലെങ്കിലും ഓണാഘോഷത്തിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് തലസ്ഥാന ജില്ല. കാരണം ഇന്നലെ തുടങ്ങിയതാണ് തലസ്ഥാന ജില്ലയിൽ ഉത്രാടപ്പാച്ചിൽ. വലിയ തിരക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള റോഡിലാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ലൈവ് തരാൻ ഇവിടെ വന്നപ്പോൾ എത്രത്തോളം ഒരു ജനക്കൂട്ടമുണ്ടോ ആ ജനക്കൂട്ടമാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. വലിയ തരത്തിൽ കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ, ചെറുകിട കച്ചവടക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഈ പല സ്ഥലങ്ങളിലും സാധനങ്ങൾ, തുണിത്തരങ്ങളൊക്കെ വാങ്ങി അവസാനം ഇതുവഴി നടന്ന് ഏതെങ്കിലും തരത്തിൽ സാധനങ്ങൾ ഇനി ഏതെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതുൾപ്പെടെ വാങ്ങിക്കൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ നിന്ന് പോകുന്നത്. നിരവധി കച്ചവടക്കാർ കാണാം. ചേട്ടാ, എന്തുണ്ട്? ഹലോ, ഓണം കുഴപ്പമില്ല. 2 ദിവസമായി നമ്മൾ ഇന്നലെ ഇട്ടത്, ഇന്നലെ കുഴപ്പമില്ല. ഇപ്പൊ ഇന്നിട്ടാ ലാസ്റ്റ് കുറച്ച് പീസുകളേ ഉള്ളൂ. അത് വിറ്റിട്ട് നമ്മൾ നേരത്തെ വീട്ടിൽ പോകാനുള്ളത്. ആളുകളെ ആകർഷിക്കാൻ പ്രത്യേകതരം ഒരു ഇതൊക്കെ ഉണ്ട്. എന്താ സാറേ കേൾക്കുന്നത്? ആളുകളെ ആകർഷിക്കാനായിട്ട് പ്രത്യേകതരം ഒരു വിളിയൊക്കെ ഉണ്ട്. അത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യണ പോലെ തന്നെ. നമ്മുടെ ഇത് സ്വയം നമ്മള് തൊഴിലാണല്ലോ, അപ്പൊ അങ്ങനെ തന്നെ വന്നു പോവാണ്. ഒന്ന് പറയാം. ഏത് ഈ വാക? കറുത്തമുത്ത്, അമ്മ, പരസ്പരം, ചന്ദനമഴ, ശ്രീധനം, കൈലാസനാഥൻ, ബാലഗണപതി, അതൊക്കെ കഴിഞ്ഞ് കടന്നുറങ്ങാൻ പറ്റിയ ഷീറ്റുകളാണ്. ഹാഷ്മി, അങ്ങനെയാണ്. കാരണം ഇതുവഴി കടന്നു പോകുന്നവർ ഈ സാധനങ്ങളൊന്നും തന്നെ വാങ്ങാതെ പോകില്ല. അത്തരത്തിലാണ്. കാരണം ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ വിവിധ വസ്തുക്കൾ, ഓരോ കാര്യങ്ങളും ഒക്കെ തന്നെ ഈ സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിലെ തിരക്ക് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. ഓരോ സാധനങ്ങളും വാങ്ങി അവസാനവട്ട പർച്ചേസിലാണ് ഓരോരുത്തരും ഉള്ളത്. ഈ നഗരത്തിലെ ഭൂരിഭാഗം ആളുകളും വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും കിഴക്കേക്കോട്ടയും ഒക്കെ തന്നെ. തിരുവനന്തപുരം നഗരത്തിൽ വലിയ ആഘോഷമാണ് ഓണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കാരണം ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി വലിയ ആഘോഷങ്ങൾ, വേദികളിൽ പലതരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഈ ആളുകളൊക്കെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങി മടങ്ങിയ ശേഷമായിരിക്കും നഗരത്തിലേക്ക് പിന്നീട് വൈകുന്നേരം കനകക്കുന്നിലൊക്കെ തന്നെ ഇറങ്ങുന്നത്. എന്തായാലും വലിയ ഒരു ആഘോഷമാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത്. ആ അവസാനവട്ട സാധനങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ വഴിയോര കച്ചവടക്കാർക്ക്, അവിടെ ഒരുപാടുള്ള വഴിയോര കച്ചവടക്കാർക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ദിവസം ഇന്നാണ്, അല്ലെങ്കിൽ ദിവസങ്ങൾ ഈ ദിവസങ്ങളാണല്ലേ പ്രതീഷ്? ഹാഷ്മി, തീർച്ചയായും. കാരണം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വഴിയോര കച്ചവടക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ റോഡിന്റെ ഇരുഭാഗത്തും ഈ ചെറുകിട കച്ചവടക്കാരാണ്. അമ്മ, ഓണത്തിന് സാധനം വാങ്ങി ഇറങ്ങണോ? എന്താ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഞാൻ ഇപ്പൊ ഇറങ്ങി വന്നതേ ഉള്ളു. വാങ്ങണം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഓണം എന്താക്കാൻ? നാട്ടുകാരെ കാശുമില്ല, മഴയും പെൻഷനും ഇല്ല, തൊഴിലുറപ്പ് പൈസ ഇല്ല. ജനങ്ങൾ പിന്നെ എങ്ങനെ ആഘോഷിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കും. ഓണമല്ലേ, വർഷത്തിലൊരിക്കൽ ആഘോഷിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറുകിട കച്ചവടക്കാരിയാണ്. എന്റെ കച്ചവടമൊക്കെ തീർത്തിട്ട് കാണാൻ ഇറങ്ങിയതാണ്. ഇനി എന്റെ ചേച്ചി, ഓണത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സൂപ്പറാ ആണ്. തിരുവനന്തപുരത്ത് എങ്ങനെ വലിയ ആഘോഷമാണോ? ആഘോഷമാണ്. കുട്ടികളെ കാണാൻ പോയില്ല, ഇന്ന് പോണം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരക്കുണ്ടായിരുന്നു? നല്ല തിരക്കാ, എപ്പോഴത്തേക്കാട്ടില് നല്ല തിരക്കുണ്ട്.
ഹാഷ്മി അങ്ങനെ ദാ ഓരോ സാധനങ്ങൾ, തുണികളും മറ്റ് ചെരുപ്പുകൾ ഉൾപ്പെടെ അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചിങ്ങനെ ഓരോരുത്തരും മടങ്ങുകയാണ്. പക്ഷേ ഈ മറ്റ് വലിയ കടകളിലൊക്കെ തന്നെ ഷോപ്പിംഗ് നടത്തിയാൽ പോലും ഇതുവഴി നടന്നു പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുവഴി പോയില്ലെങ്കിൽ ആർക്കും ഒരു സംതൃപ്തി വരില്ല. കാരണം അത്തരത്തിലൊരു സ്പോട്ട് കൂടിയാണ് ഈ ഓണത്തിന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും കിഴക്കേക്കോട്ടയും ഒക്കെ തന്നെ. ഈ ചാലയിൽ പോയി പച്ചക്കറികൾ വാങ്ങി, മറ്റ് തുണികൾ വാങ്ങി, പിന്നീട് ഇതുവഴി കുടുംബത്തോടൊപ്പം നടന്ന് അങ്ങനെയൊക്കെയാണ് പലരും തിരുവനന്തപുരം ജില്ലയിൽ ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു ആഘോഷം തിരുവനന്തപുരത്തുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഓണം വാരാഘോഷം വലിയ ആഘോഷമായി നടത്താനൊന്നും തന്നെ സർക്കാരും നടത്തിയിരുന്നില്ല. പക്ഷേ ഇത്തവണ അതിനേക്കാൾ വിപുലമായ രീതിയിൽ, മുൻ വർഷങ്ങളിൽ നടത്തിയതിനേക്കാൾ വിപുലമായ രീതിയിലാണ് ഇത്തവണ തിരുവനന്തപുരത്ത് ആ ഓണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു ജനപങ്കാളിത്തം കൂടി ഉണ്ട്. കാരണം ഈ തിരക്ക് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. പ്രതീക്ഷ നേരത്തെ നമ്മുടെ കനകക്കുന്നിൽ അധികം ആളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, കനകക്കുന്നിൽ ആളില്ലെങ്കിലും വേറൊരു സ്ഥലത്ത് നല്ല തിരക്കായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കുന്നല്ലേ പ്രതീക്ഷ? ഹാഷ്മി, തീർച്ചയായും. കാരണം ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് ശേഷം കനകക്കുന്നിൽ കാണും എന്നതാണ് തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത. കാരണം ഈ നഗരത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം പിന്നീട് അവരുടെ ഒരു ആഘോഷം, ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കനകക്കുന്നം മ്യൂസിയവും വെള്ളയമ്പലും ഒക്കെ തന്നെയാണ്. കാരണം അത്രത്തോളം ചെലവഴിക്കാനും ആഘോഷങ്ങൾക്കും ഒക്കെയായി ഒരു വേദി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്, അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, മറ്റ് ജില്ലക്കാർക്ക് ഒരു സമ്മതിച്ച് തരില്ലെങ്കിൽ കൂടിയും ആഘോഷത്തിലൊക്കെ തന്നെ ഒരുപടി മുന്നിൽ തിരുവനന്തപുരം തന്നെയാണ്. അതിന്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങളും. വലിയ പ്രതിസന്ധികളും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും എത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഓണം ആഘോഷിക്കുകയാണ് മലയാളികൾ. ആ ആഘോഷമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അനുജ, അപ്പൊ എന്തായാലും ഇടയ്ക്ക് ആദ്യം പ്രതീക്ഷ ചോദിച്ച അമ്മ ചില സങ്കടങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ സങ്കടപ്പെടുന്നവരോടുകൂടെ ഓണാവട്ടെ, നമ്മൾ അവരും കൂടെ കരുതുകയും ചേർത്ത് ഈ പെൻഷനൊക്കെ സർക്കാർ കൊടുത്തു അല്ലേ? കൊടുക്കാനും തീരുമാനമൊക്കെ വന്നിരുന്നല്ലോ. എന്താ ചേച്ചി പറഞ്ഞത്? കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നേ. അപ്പോൾ പ്രതിസന്ധി ഇല്ലാത്ത ആരുള്ളേ. റജി ചാണ്ടി ഹാഷ്മി നബിദിനെ പ്രമാണിച്ച് കുവൈറ്റിൽ ഇന്ന് അവധി കിട്ടിയത് കാരണം ഞങ്ങൾക്ക് ഉത്തരടപ്പാച്ചിലാണ്. ഓണം ആഘോഷിക്കാൻ നാളെ വെള്ളിയാഴ്ചയുടെ അവധിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ആഘോഷിക്കാൻ പെർമിഷൻ ആവശ്യമില്ല എന്നും കൂടി പറയണം. അത് കൊള്ളാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ, ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് തിരുവോണ ദിനാശംസകൾ. ഈ ഓണാഘോഷം എന്ന് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെ മാസങ്ങളോളം നീണ്ടുപോകും. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ കാലത്തായിരുന്നു ഓണം എന്നൊക്കെ പറയും. യഥാർത്ഥ ഓണം സത്യം പറഞ്ഞാൽ പ്രവാസികൾക്കാണെന്ന് തോന്നുന്നു. കാലങ്ങളോളം ഇങ്ങനെ നീണ്ട് അടുത്ത വർഷം ആദ്യം വരെയൊക്കെ പോകും. അടുത്ത ഓണം വരെ ഓണാഘോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.